ഹലോ, വെൽക്കം ടു അമ്മൂസ് ബേക്സ്. പുതിയൊരു ബട്ടർ സ്കോച്ച് സ്പോഞ്ചിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ബട്ടർ സ്കോച്ച് എസൻസ് ആഡ് ചെയ്യാതെ എങ്ങനെ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടി സ്പോഞ്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് 1/2 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചാണ്. ഇനി ഡ്രൈ ആയ മറ്റൊരു ബൗളിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇത്രയും ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ പൊടിയായിട്ടുള്ള ബ്രൗൺ ഷുഗർ ആണ് ഉള്ളത്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ തരിതരിയായിട്ടുള്ള ബ്രൗൺ ഷുഗർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഈ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, അത് സ്കിപ്പ് ചെയ്യല്ലേ. ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഞാൻ ഈ ടൈമിലാണ് ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഫ്ലോർ 2 തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ പാല് 2 തവണയായിട്ട് ഫ്ലോറിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 തവണയും ഫസ്റ്റ് സ്പീഡിൽ ഒരു 5-6 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ബാക്കി സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യാം. ബീറ്റർ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ ഫുൾ പ്രോസസ്സും സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി. ഇനി മൈദ എല്ലാം മിക്സ് ആയ ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തേക്കുന്നത്. സൈഡിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്, താഴെ മാത്രമേ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ. ഇനി ബാറ്റർ ഒഴിച്ച ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാം. ഞാൻ 35 മിനിറ്റത്തേക്കാണ് ഓവൻ സെറ്റ് ചെയ്തേക്കുന്നത്. 35 മിനിറ്റിന് ശേഷം കേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഞാൻ നോക്കിക്കേ, നല്ല ഹൈറ്റുള്ള 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.